ചൈന പല വിദേശ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ചില കൃത്യമായ കണക്കുകൂട്ടലോടെയാണ്. അതായത് റെയർ എർത്ത് ഉൾപ്പെടെയുള്ള അപൂർവ മൂലകങ്ങളുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു. അമേരിക്ക ചൈനയ്ക്കെതിരെ ഒരു ട്രേഡ് വാറിനിറങ്ങി പുറപ്പെട്ടത് തന്നെ ചൈനയുടെ ഇത്തരം നടപടിക്ക് ഒന്ന് തടയിടുക എന്നുള്ളതാണ്. ഒടുവിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. ചൈന പറയുന്നു ഇനി ഞങ്ങൾ റെയർ എർത്ത്സ് ഒന്നും കൊടുക്കില്ല US-നും. ഇപ്പോൾ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കമായി എന്ന് പറയുന്നു. വാസ്തവമുണ്ടോ? അല്ല, അവര് തമ്മിൽ പിന്നെ ഇത് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഡീല് ഒരു വെടിനിർത്തൽ പോലെ. ഇപ്പൊ ട്രേഡ് വാർ ആയിരുന്നല്ലോ, വ്യാപാര യുദ്ധമായിരുന്നല്ലോ. അതെ, ആ വ്യാപാര യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ പോലെ രണ്ട് രാജ്യങ്ങളും പിന്നെ ട്രംപും ഷിയും തമ്മിലൊരു ധാരണയായി ഒരു കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് ഈ റെയർ എർത്ത് പിന്നെ ചൈന അമേരിക്കയിലേക്ക് കയറ്റിവിടാം എന്നുള്ള ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ പിന്നെ അമേരിക്കയിൽ കയറ്റുമതി ചെയ്യാം, ഈ ടാക്സിനകത്തൊക്കെ ഒരു ധാരണ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയൊരു മാറ്റമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ട്രംപിന് പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി. കാര്യം ഈ റെയർ എർത്ത്സിൻ്റെ കയറ്റുമതി വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള കാർ നിർമ്മാണം, പിന്നെ മറ്റേ മൊബൈൽ ഫോൺ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെ എല്ലാം മാനുഫാക്ചറിങ് തടസ്സപ്പെടും. കാര്യം ഈ റെയർ എർത്ത്സിൻ്റെ 90% ലോകത്ത് കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ഇന്ത്യ നമ്മൾ നേരിടുന്നുണ്ട് ആ പ്രശ്നം. അപ്പോൾ ഈ രാജ്നാഥ് സിംഗ് ഇപ്പം ചൈനയിൽ പോയപ്പം ആ വിഷയം, അതിന് മുമ്പ് പോയ നമ്മുടെ ഇന്ത്യൻ ഓഫീഷ്യൽസൊക്കെ ഈ വിഷയം ചൈനയായിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മാത്രമല്ല, ഇപ്പോൾ അതിന് ശേഷം ട്രംപ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ആയിട്ടും ഡീൽ ഉണ്ടാക്കാൻ പോവാണെന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ പഴയ ആവേശം ഇപ്പോൾ കാണിക്കുന്നില്ല. കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ട്രംപും മോഡിയും തമ്മിലുള്ള ആ സൗഹൃദം, പഴയ സൗഹൃദം ഇല്ലാണ്ടായല്ലോ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പിന്നെ രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് ഞാനാണെന്നുള്ളത് ഇങ്ങനെ പുള്ളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് സാർ. അപ്പോൾ ആ ഒരു പിന്നെ ബന്ധം മോശമായ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഈ പറഞ്ഞതുപോലെ പിന്നെ അമേരിക്കയിലേക്ക് ഈ ട്രേഡിൻ്റെ കാര്യത്തിനകത്ത് പഴയ ഒരു എന്താ പറയുക, ഒരു താല്പര്യവും അതുപോലെ ഇപ്പോൾ ആകാംക്ഷയും വിട്ടിട്ട് യൂറോപ്പായിട്ട്, ഇപ്പം UK ഫ്രീ ട്രേഡ് കരാറിൽ ഏർപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാനഡയുമായിട്ടും കരാറിൽ ഏർപ്പെട്ടു. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്തു. ഇന്ത്യയുടെയും ഇപ്പോൾ അമേരിക്കയെ മാത്രം നോക്കാതെ ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്തു. അപ്പോൾ അത് കാരണം ഇന്ത്യയും ഈ പഴയതുപോലുള്ളൊരു എന്താ പറയുക, അമേരിക്കയുടെ പിന്നെ ട്രംപ് ഭയങ്കര ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ വളരെയധികം വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇന്ത്യയെ ബാധിക്കും എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ അമേരിക്ക ഈ ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യുമെന്ന് പറയുന്നെങ്കിലും അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോയാബീൻ ഇറക്കുമതി ഫ്രീ ആയിട്ട് അനുവദിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ചില ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ ഈ പറഞ്ഞ പോലെ കുറഞ്ഞ താരിഫിന് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ വളരെയധികം ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഇങ്ങനെ ഇത് തട്ടി നിന്നിരുന്ന സാധനം. പക്ഷെ അതിനകത്തും ഏകദേശം ഒരു ധാരണയൊക്കെ ആയിട്ട് ഇന്ത്യയുമായിട്ടും ഡീൽ ആകാൻ പോകുന്നു എന്നുള്ളതാണ് ട്രംപും പറഞ്ഞിരിക്കുന്ന സാധനം. അതും ഈ പറഞ്ഞ പോലെ ഇന്ത്യ നമ്മുടെ ഒരു താല്പര്യത്തെ ഹനിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളെന്നൊക്കെ പറയാതെ. അപ്പോൾ ഈ രീതിയിൽ ട്രംപ് ഒരു വേറൊരു അധ്യായത്തിലേക്ക് ഇങ്ങനെ പതുക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പലയിടത്തും ട്രംപ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞൂടെ? കാരണം ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് ഉക്രൈന് വേണ്ടിയിട്ട് ട്രംപ് ചില വിട്ടുവീഴ്ച ചെയ്തത് അവിടെയുള്ള ഈ അപൂർവ മൂലകങ്ങൾ, ധാതുക്കളൊക്കെ തങ്ങൾക്ക് വേണം, അല്ലെ ആ ഭാഗം ഞങ്ങൾക്ക് വേണമെന്ന് പറയാം. ഇവിടെ ബലൂചിസ്ഥാൻ മേഖലയിൽ ചൈന വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ഗ്വാദർ തുറമുഖത്തിൽ ഉൾപ്പെടെ നടത്തി. അപ്പോഴും അവിടേക്കും ട്രംപ് കടന്നു കയറാൻ ശ്രമിച്ചു. രണ്ടിടത്തും പക്ഷേ പരാജയപ്പെട്ടു. അതുകൊണ്ടൊരു പക്ഷേ ചൈനയുടെ അടുത്ത് മുട്ടുമടക്കി ഞങ്ങൾക്ക് കുറച്ച് എന്ന് പറഞ്ഞ് കൈനീട്ടി. മാത്രമല്ല അമേരിക്കയിലെ പുള്ളിയുടെ നിലയും വളരെ പരുങ്ങലായി, എല്ലാവരും എതിർത്തു അല്ലേ? കാരണം അവിടുത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഫെഡറൽ പിന്നെ ഇതിൻ്റെ ചെയർമാനെ മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ജെയിംസ് പോവൽ വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടുള്ള വളരെ ഒരു എന്താ പറയുക, ഈ സാമ്പത്തിക ഒരു വിദഗ്ധനാണ്. മാത്രമല്ല അമേരിക്കയുടെ ചരിത്രത്തിൽ അങ്ങനെ ഈ പ്രസിഡന്റും ഇവരും തമ്മിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ചെയർമാൻ, ഈ അമേരിക്കൻ ഫെഡറൽ എന്നാണ് പറയുക, സെൻട്രൽ ബാങ്ക് അമേരിക്കയുടെ. അപ്പോൾ അവർ ഈ അങ്ങനെ മാറ്റുകയോ ആ ഒരു പരസ്പരം
ഒരു എന്താ പറയുക ഒരു പോരാട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഇദ്ദേഹത്തിനെ മാറ്റാനുള്ള ശ്രമത്തിലാണ് ട്രംപ് എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എനിക്ക് തോന്നുന്നു കുറേ സാധനങ്ങൾ അടിച്ചു നികത്തിയിട്ട് പുള്ളിയുടെ മെയിൻ ഉദ്ദേശം ഈ ഇതാണല്ലോ, കച്ചവടമാണല്ലോ. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനകത്ത് ഈ യുദ്ധം നിർത്തി പുള്ളിക്ക് കൂട്ടത്തിലൊരു നോബൽ സമ്മാനം കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അല്ലാതെ ഈ നോബൽ സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല പുള്ളി ഈ കിടന്ന് ശ്രമിക്കുന്നത്. ഈ കച്ചവടത്തിനിടയ്ക്ക് ഈ നോബൽ സമ്മാനങ്ങൾ കിട്ടുന്നെങ്കിൽ പോരട്ടെ. കാര്യം ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു, കാരണം ഇസ്രായേലിൻ്റെ പകലിൽ ആണവായുധമുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ അടുത്ത ഘട്ടത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആണവായുധം ഉപയോഗിക്കുമായിരുന്നു. അത് വലിയ ആ ഒരു നാശം പിന്നെ ഇല്ലാണ്ടാക്കി. അതുപോലെ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് പുള്ളിക്കൊരു നോബൽ സമ്മാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളത് ഒരു ധാരണ. പക്ഷേ യുക്രൈൻ റഷ്യ വാറിനകത്ത് പുള്ളിയുടെ പിന്നെ ലക്ഷ്യം പൂർണ്ണമായിട്ടും സക്സസ്ഫുള്ളായി. കാര്യം യുക്രൈൻ്റെ ഏതാണ്ട് ധാതു ലവണങ്ങളിലുള്ള പകുതി അവകാശം അമേരിക്ക കിട്ടിക്കഴിഞ്ഞു. അപ്പം അതിൽ കൂടുതൽ പ്രത്യേകിച്ച് പറഞ്ഞ് ആവശ്യമില്ല പുള്ളിക്ക്. അപ്പോൾ ആ രീതിയിൽ അവിടെ അത് വ്യാപാരം ഉറപ്പായി. പിന്നെ പുള്ളിക്ക് പറ്റിയ അപകടം എന്ന് പറയുന്ന സംഗതി അമേരിക്കയ്ക്ക് ഉള്ളിൽ ആ ഒരു അവസ്ഥയാണ്. അതായത് റിപ്പബ്ലിക്കൻസിലെ നേതാക്കൾ തന്നെ ട്രംപിനെതിരായിട്ടുള്ള നിലപാട് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പോയി പങ്കാളിയാവരുന്നത്. ഈ തുളസി ഗബാർഡൊക്കെ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച്, ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞിരുന്നത് ഇപ്പോൾ അമേരിക്കക്കാർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി ഇടപെട്ടിട്ട് നമ്മുടെ ആയുധങ്ങളുടെ ശക്തി കളയരുതെന്നൊക്കെയാണ്. പക്ഷേ ഇതിനകത്തേക്ക് ട്രംപ് കയറി ഇടപെട്ടു. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ട്രംപ് തന്നെ അതിനൊരു വെടിനിർത്തലിന് വന്നു. അപ്പോൾ ട്രംപ് പേടിക്കുന്നു. അതായത് അമേരിക്കയുടെ ബേസ് സ്റ്റേഷൻ, ആർമി കേന്ദ്രങ്ങൾ, ഇതൊക്കെ തന്നെ ഇവർ തകർത്താൽ അല്ലെ ആക്രമണം നടത്തിയാൽ ലോകത്തിന് മുമ്പിൽ നാണക്കേടല്ലേ? നാണക്കേടിനേക്കാൾ ഉപരി അമേരിക്കൻ ജനതയുടെ ഭാഗത്തു നിന്ന് വന്ന വേറൊരു പ്രതികരണമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഈ ട്രംപിനെ ഭയങ്കരമായിട്ട് അമേരിക്കയ്ക്കുള്ളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പിടിച്ചുകൊള്ളി. കാര്യം ഈ അമേരിക്ക ഈ ഇവിടെ ഇറാനിൽ ഈ അവരുടെ ആണവ കേന്ദ്രങ്ങളുടെ മേൽ ഈ ബോംബ് വർഷം നടത്തിയതിന് ശേഷം ഈ ഖമേനിയുടേതായിട്ട് വന്ന ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി അമേരിക്കൻ സിറ്റിസൺ ഈസ് എ ടാർഗറ്റ് എന്ന് പറഞ്ഞു. ഓരോ അമേരിക്കക്കാരനും ഇനി ഇറാൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞു. അപ്പം പഴയ അയത്തുള്ള ഖമേനി, അതായത് നമ്മുടെ ഇസ്ലാമിക് റവല്യൂഷൻ നടത്തിയ ഖൊമേനി ഇറക്കിയ ഫത്വ ആർക്കെതിരെ? സൽമാൻ റഷ്ദിക്കെതിരെ. ആ സൽമാൻ റഷ്ദിക്കെതിരെ ഇറക്കിയ ഫത്വ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അതിനുശേഷം സൽമാൻ റഷ്ദി പിന്നെ സ്വതന്ത്രമായിട്ട് എങ്ങും യാത്ര ചെയ്തിട്ടില്ല. ഈ അടുത്ത സമയത്ത് എന്തോ പരിപാടി പങ്കെടുത്തപ്പോൾ വെടിവെപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. ആ വെടിവെപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അത് ഞാൻ പറഞ്ഞത് അന്ന് പോലെ 80-ൻ്റെ ആ സാറ്റാനിക് വേഴ്സസ് ഇറങ്ങിയ ആ നാൾ മുതൽ എനിക്ക് തോന്നുന്നു 80-കളുടെ മധ്യത്തിൽ വെച്ചിട്ടാണ്. അതിനുശേഷം പിന്നെ സൽമാൻ റഷ്ദിക്ക് യാതൊരു വിധമായിട്ടുള്ള സ്വതന്ത്രമായ ജീവിതം ഉണ്ടായിട്ടില്ല. അതിനുമുമ്പ് നമ്മുടെ കേരളത്തിൽ ഇവിടെ വന്ന് തിരുവനന്തപുരത്തൊക്കെ വന്ന് നമ്മളെ കണ്ടിട്ടുണ്ട്. മറ്റേ കോളത്തൊക്കെ വന്നൊരു ഡോക്യുമെൻ്ററി, BBC-ക്ക് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ അവിടെ വന്നപ്പം വളരെ ഈ പറഞ്ഞ പോലെ സാധാരണ ഒരാൾ വരുന്നത് പോലെ ഉള്ള ഒരു ഇതവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സാറ്റാനിക് വേഴ്സസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ പുള്ളിക്ക് സ്വതന്ത്രമായിട്ടൊരു ജീവിതം ഉണ്ടായിട്ടില്ല. ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ അറ്റാക്ക് ഉണ്ടായി, ഒരു കണ്ണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഫത്വ അന്നിറക്കിയ ഫത്വയുടെ പ്രസൻസ്, അതിപ്പോഴും വളരെ സജീവമാണെന്നുള്ള ബോധ്യം അമേരിക്കൻ ജനതയ്ക്കുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ ഇറാൻ ഒരു പക്ഷെങ്കിൽ അമേരിക്കയായിട്ട് നേരിട്ട് യുദ്ധം ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ താർക്കാൻ പറ്റില്ല എന്നിരിക്കും. പക്ഷേ ഓരോ അമേരിക്കക്കാരന് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. കാര്യം ഇന്ന് ഈ ഭൂമുഖത്തിലുള്ള ഏറ്റവും കൂടുതൽ ഈ പാരനോയ, അതല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെടും എന്ന് ഭീതിയുള്ള ഒരു ജനതയാണ് അമേരിക്കൻ ജനത എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കൻ ജനതയുടെ മറ്റൊരു പ്രത്യേകത, കാരണം യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതേ മേഖല പോയി റീബിൽഡ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് എടുക്കുകയും ചെയ്യും. അതും സംഭവിച്ചൂടെ? ഇപ്പോൾ ഒരുപക്ഷെ ഇറാനെ ഉയർന്നു വരാൻ കഴിയാത്ത അത്ര രീതിയിൽ തകർത്താൽ നാളെ അത് പുനഃസംഘടിപ്പിക്കാൻ തീർച്ചയായിട്ടും അതുണ്ടാവും അല്ലേ? അതിനകത്ത് സംശയമില്ല കരുതി. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു, ഈ ട്രംപിൻ്റെ അവസ്ഥ ഭയങ്കരമാകാൻ കാരണം ഈ ഇറാൻ്റെ ഈ പ്രഖ്യാപനമാണ്. ഓരോ അമേരിക്കക്കാരനും ഇനി ഞങ്ങളുടെ ശത്രുവാണ്. അതൊരു വലിയ ഗൗരവമാണ്. കാരണം ഇപ്പൊ പോലും ഈ 9/11 ശേഷം ഇപ്പൊ പോലും ഒരു കത്ത്
കൊറിയർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പേടിയാണ് അമേരിക്കക്കാർ. കാര്യം എന്ന് വെച്ചാൽ ഈ ലെറ്റർ ബോംബാണെന്നുള്ളൊരു പേടി. ആ രീതിയിൽ പേടിക്കുന്നൊരു സമൂഹമാണ്. അതുപോലെ തന്നെ ഒരു ഡെഡ് ബോഡി, ഒരു പട്ടാളക്കാരൻ്റെ ഡെഡ് ബോഡി, ഒരു പെട്ടി അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിതി മാറുകയാണ് ചെയ്യുന്നത്. ആള് വയലന്റ് ആവും അല്ലേ? കാരണം പിന്നെ അമേരിക്കൻ ജനത അത്രയ്ക്കും ആ ഒരു എന്താ പറയുക ത്രെറ്റൻഡ് ആയിട്ടുള്ളൊരു സമൂഹമാണത്. അപ്പോൾ അതിനെ അവർ ട്രംപിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ ഭീഷണി ഇറാൻ ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും അതിൻ്റെ ഡയമെൻഷൻ. ഏത് രാജ്യത്തും എവിടെ വെച്ചു, അമേരിക്കയിലാവണമെന്നില്ല, ഏത് രാജ്യത്തും എവിടെ വെച്ചിട്ടും ഒരു അമേരിക്കക്കാരനെ കൊന്നിട്ട് ഈ ഒരു സംഗതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കക്കാരന് പുറത്ത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങളും ഒക്കെ ട്രംപിനെ ആ ഒരു സീസ് ഫയറിലേക്ക് നയിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പം ട്രംപ് വേറൊരു ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായിട്ട് നടത്തിയുള്ള സംഭാഷണത്തിൽ റൂട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അച്ഛനെ ഡാഡിയെ പോലെയാണെന്ന് പറഞ്ഞു. പുള്ളിയെ വൈറ്റ് ഹൗസ് അത് കംപ്ലീറ്റ് നമ്മുടെ മണിശങ്കർ അയ്യർ മോദിയെക്കുറിച്ച് പറഞ്ഞതല്ലോ, ചായ വല, അതെങ്ങനെയാണോ അദ്ദേഹം പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഉപയോഗിച്ചത്, അതേപോലെ ഇപ്പം ഡാഡി മാത്രമല്ല ടീഷർട്ട് $27 അമേരിക്കയിൽ മൂപ്പർ ഇറക്കിയിരിക്കുകയാണ്. ട്രംപിന്റെ പടവ് വെച്ചിട്ടുണ്ട്, ഹോം ഡാഡി എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അത് ഡാഡി തരംഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഈ മാർക്ക് റൂട്ട് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ഫാദർ ഫിഗർ, ഒരു ഡോമിനേറ്റിംഗ് ഫിഗർ, ഒരു ഭയങ്കര മസ്കുലിൻ ഫിഗർ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ ഡാഡി എന്ന് വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് റൂട്ട് ഇപ്പം വ്യാഖ്യാനമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കാതെ തന്നെ ആ ഡോമിനൻസ്, അമേരിക്കൻ ഡോമിനൻസ്, അതായത് വീണ്ടും അമേരിക്ക പഴയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, ഡാഡി ലാൻഡായി മാറിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള പ്രചരണമാണ് ഈ ടീഷർട്ട് ഇറക്കി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹോം ഡാഡി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അമേരിക്കയുടെ ആ ഡോമിനൻസ്, ഈ ഡോമിനൻസ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഈ ഇറാനിൽ പിന്നെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത് പോലും. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് പുള്ളി പോയിരിക്കുന്നു, കച്ചവടത്തിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് പോയിരിക്കുന്നു. ആദ്യം കുറേ തകർത്ത സാധനങ്ങളൊക്കെ ഇപ്പോൾ പുള്ളി വേറൊരു രീതിയിൽ റിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു ഫേസിലേക്കാണ് ഇപ്പോൾ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കരാറുകളോടുകൂടി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.